നേപ്പാളിൽ റാലിക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുള്ള റാലിക്കിടയിലാണ് സംഘർഷം. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മാധ്യമപ്രവർത്തകനാണ്. സംഘർഷത്തിൽ പോലീസുകാർ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, സംഘർഷം അക്രമാസക്തമായത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നേപ്പാളിൽ പ്രതിഷേധം നടക്കുന്നത്. അത്തരത്തിൽ നടന്ന ഒരു പ്രതിഷേധത്തിലാണ് പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്. നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. പക്ഷേ ഭരണകൂടത്തിന്റെ അവിടേക്ക് റാലി നടത്തുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഇവിടേക്കാണ് പ്രതിഷേധക്കാർ ഏകദേശം 1000-ലധികം വരുന്ന പ്രതിഷേധക്കാർ മാർച്ചുമായി എത്തുന്നത്. പിന്നീട് ഈ മാർച്ച് അക്രമാസക്തമാവുകയും പോലീസ് അവർക്കെതിരെ ലാത്തി വീശുകയും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് അടക്കമുള്ള നടത്തുകയും ചെയ്തു. പക്ഷേ ഇതിനെ തുടർന്ന് പ്രകോപിതരായ ഈ പ്രതിഷേധക്കാരാണ് അക്രമം അഴിച്ചുവിട്ടത്. പല വീടുകൾക്ക് തീ വെക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ വീടുകൾക്ക് തീ വെച്ചപ്പോഴാണ് ഈ ഒരു റാലി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അക്രമത്തിൽ മറ്റൊരാൾ കൂടി കൊല്ലപ്പെടുകയും ചെയ്തു. പോലീസുകാരടക്കം നിരവധി പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. അഞ്ജലി, ശരി. നേപ്പാളിൽ റാലിക്കിടെ സംഘർഷത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകിയത് മനീഷ് ഐഷ മാത്യു ആണ്.